എന്താണ് ഹഠയോഗ, എന്താണ് അഷ്ടാംഗ യോഗ, ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ചിലർ പറയുന്നു ഞാൻ ഹഠയോഗയാണ് ചെയ്യുന്നത്, ചിലർ പറയുന്നു ഞാൻ അഷ്ടാംഗ യോഗയാണ് ചെയ്യുന്നത്. എന്താണ് ചിലർ ഞാൻ അഷ്ടാംഗ യോഗയാണ് പ്രാക്ടീസ് ചെയ്തത്. പക്ഷേ രണ്ടുപേരും കാണുന്നത് ചെയ്യുമ്പോൾ എന്താണ് ചെയ്യുന്നത്? ഇത് ആസനാസ് തന്നെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. മനസ്സിലായോ? അഷ്ടാംഗ യോഗ എന്ന് പറയുമ്പോൾ 8 അംഗങ്ങൾ വരും അതിൽ. യമ, നിയമ, ആസന, പ്രാണായാമ, പ്രത്യാഹാര, ധാരണ, ധ്യാന, സമാധി. ഈ 8 അംഗങ്ങൾ ചേരുമ്പോഴാണ് അഷ്ട അംഗ യോഗയാവുന്നത്. മനസ്സിലായോ? പതഞ്ജലി യോഗ സൂത്രത്തിൽ യമ, നിയമ, ആസന, പ്രാണായാമ, പ്രത്യാഹാര, ധാരണ, ധ്യാന, സമാധിയോ അഷ്ടാവംഗാനി എന്നാ പറയുന്നത്. അതിൽ യമയ്ക്ക് അതിന് തിരിവുകൾ വരും, നിയമത്തിന് തിരിവുകൾ വരും. യമ വരുമ്പോൾ അതിൽ ഇത് അഹിംസ, സത്യ, അസ്തേയ. അടുത്ത് നിയമം വരുമ്പോൾ അതിൽ സൗജ, സന്തോഷ, തപസ്, സ്വാധ്യായ, ഈശ്വര പ്രണിധാന, ഇതെല്ലാം വരുന്നുണ്ട്. മനസ്സിലായോ? ഇതൊരു നമ്മൾ ജീവിത ഘട്ടത്തിൽ നമ്മൾ പാലിക്കേണ്ട ചില കാര്യങ്ങളാണ് ഈ ഒരു അഷ്ടാംഗ യോഗയിൽ കാണിക്കുന്നത്, പറഞ്ഞു തരണത്. എന്നാൽ ഹഠയോഗയിലോട്ട് പോകുമ്പോൾ ഇത് തിരിയും. എന്നാൽ ഹഠയോഗയിലുള്ളത് അഷ്ടാംഗ യോഗയിലുണ്ട്. എന്നാൽ ഹഠയോഗയിലോട്ട് പോകുമ്പോൾ അവിടെ യമനിയമങ്ങളല്ല, അവിടെ ശരീരം എന്ന് വെച്ചാൽ യോഗികളുടെ ശരീരശാസ്ത്രമാണ് ഹഠയോഗ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഹ എന്ന് പറഞ്ഞാൽ സൂര്യനെന്നും ത എന്ന് പറഞ്ഞാൽ ചന്ദ്രനും. മനസ്സിലായോ? എന്ന് വെച്ചാൽ ശരീരത്തിൻ്റെ 2 ഭാഗങ്ങൾ, സൂര്യഭാഗം, ചന്ദ്രഭാഗം, അല്ലെങ്കിൽ സൂര്യനാഡി, ചന്ദ്രനാഡി, അല്ലെങ്കിൽ വാമഭാഗം, ചന്ദ്രഭാഗം, സൂര്യഭാഗം. ശരീരം യോഗശാസ്ത്രത്തിൽ ഇപ്പം നമ്മളുടെ മെഡിക്കൽ ഫീൽഡിൽ എന്താണ്, ശരീരം മൊത്തത്തിൽ നമ്മളുടെ ശരീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നായിട്ടേ കാണുന്നുള്ളൂ. എന്നാൽ നമ്മൾ യോഗശാസ്ത്രത്തിൽ വരുമ്പോൾ ഇതിന് 2 തിരിവുണ്ട്. മനസ്സിലായോ? എന്ന് വെച്ചാൽ അത് ഒരു ഭാഗം അതാണ് പറഞ്ഞത്, സൂര്യഭാഗവും ചന്ദ്രഭാഗവും. മനസ്സിലായ? ഈ സൂര്യഭാഗത്തിനെയും ചന്ദ്രഭാഗത്തിനെയും ബാലൻസ് ചെയ്യുന്ന രീതി എന്ന് വെച്ചാൽ ശരീരത്തിനെ ഉപയോഗിച്ച് പ്രാണായാമങ്ങളിലൂടെ, ആസനങ്ങളിലൂടെ, ബന്ധങ്ങളിലൂടെ, മുദ്രകളിലൂടെ നമ്മളെ ശരീരത്തിനെ ബാലൻസ് ചെയ്യുന്ന പ്രോസസ്സാണ് ഹഠയോഗ. മനസ്സിലായോ? ഹഠയോഗ. എന്നാൽ അഷ്ടാംഗ യോഗയിലോട്ട് വരുമ്പോൾ ആസനങ്ങൾ അതിലുണ്ട്, മുദ്രകളുമുണ്ട്. എന്നാൽ അതിൽ വരുന്നൊരു മറ്റൊരു ബെനിഫിറ്റ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ യമവും നിയമവും വരുന്നുണ്ട്. അഷ്ടാംഗ യോഗ കറക്റ്റായിട്ട് അത് പഠിച്ച് മുന്നോട്ടിറങ്ങുന്നവൻ അവൻ സമൂഹത്തിൽ നല്ലൊരു വ്യക്തിയായിരിക്കും, നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയായിരിക്കും, കരുണ കാര്യം മറ്റ് സഹജീവികളോട് ഒരു സ്നേഹം കാണും, അഹിംസ കാണും, എപ്പോഴും സന്തോഷമായിരിക്കും. മനസ്സിലായി? അഷ്ടാംഗ യോഗ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർ അങ്ങനെ. എന്നാൽ ഹഠയോഗയിലോട്ട് പോകുമ്പോൾ ഹഠയോഗയിലും ഈ യമനിയമങ്ങൾ അവർ ഓട്ടോമാറ്റിക്കലി ഒരു പ്രാക്ടീസ് ആവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരം ഈ ഒരു ഇത്രയും കഠിനമായിട്ടുള്ള അധ്വാനവും കഠിനമായിട്ടുള്ള ആസനാസും കാര്യങ്ങളെല്ലാം ചെയ്തു വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി മനസ്സ് ശാന്തമാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അഹിംസയും സന്തോഷവും ഇതെല്ലാം സംവിധാനങ്ങളെല്ലാം വരും. യമനിയമങ്ങൾ ഓട്ടോമാറ്റിക്കലി പാലിക്കും. യഥാർത്ഥം പറഞ്ഞാൽ രണ്ടും തുല്യം തന്നെയാണ്, രണ്ടും മോശക്കാരൊന്നുമല്ല, രണ്ടുപേരും തുല്യ ശക്തികൾ തന്നെയാണ്. ഹഠയോഗ ആയിരുന്നാലും ഇത് രണ്ടും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല. ഇതിൻ്റെ റൂട്ട് ഒന്ന് തന്നെ, ഇത് ചെന്നെത്തുന്ന സ്ഥലം ഒന്ന് തന്നെ, പേരുകൾ മാത്രം വ്യത്യാസം. ഹഠയോഗ, അഷ്ടാംഗ യോഗ രണ്ടും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല യഥാർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ ചെയ്ത് തുടങ്ങുമ്പോഴും നമ്മൾ പഠിച്ച് ഇറങ്ങുമ്പോഴും നമുക്കത് മനസ്സിലാവും ഇതിൽ യാതൊരു വ്യത്യാസം വരുന്നില്ല എന്നുള്ളത്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഇത്രയേ ഉള്ളൂ. മറ്റത് അതിലോട്ട് ധ്യാനവും സമാധിയും സംവിധാനങ്ങളും കൂടെ വരും. ഇതിൽ ശരീരശാസ്ത്രമാണ്, ശരീരത്തിനെ എങ്ങനെ ബലപ്പിച്ച്, പ്രാണനെ ബലപ്പിച്ച് എങ്ങനെ അത് ഒരു ആത്മനിലയെ അടയാം, അതാണ് ഈ ഒരു ഹഠയോഗയിൽ നമ്മൾ ചെയ്യുന്നത്. എന്നാൽ അഷ്ടാംഗ യോഗയിൽ വരുമ്പോൾ അതിൽ ആസനങ്ങൾ കഴിഞ്ഞ് അടുത്ത് പ്രത്യാഹാര, ധാരണ ചെയ്ത് ധ്യാനത്തിലൂടെ സമാധി നിലയെ പ്രാപിക്കുന്ന സംവിധാനമാണ് അഷ്ടാംഗ യോഗ. മനസ്സിലായോ? രണ്ടും എത്തുന്ന സ്ഥലം ഒന്ന് തന്നെയാണ്, രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഇത് എൻ്റെ അറിവിൽ ഞാൻ പഠിച്ച എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളോ ഉണ്ടെങ്കിൽ ക്ഷമിച്ചേക്ക്. കാര്യം എൻ്റെ അറിവിൽ ഞാൻ ഇത്രയും നാൾ യോഗ ചെയ്തതിൽ എൻ്റെ അറിവിലുണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അഷ്ടാംഗ യോഗയും ഹഠയോഗയും തമ്മിലുള്ള വ്യത്യാസം. ഇതും കൂടെ മനസ്സിലാക്കുക. ഹ ഠ രണ്ടിൻ്റെയും അക്ഷരത്തിൻ്റെ വ്യത്യാസം. ഹ എന്ന് ഉദ്ദേശിക്കുന്നത് സൂര്യനെയും ഠ എന്ന് ഉദ്ദേശിക്കുന്നത് ചന്ദ്രനെയാണ്.
ശരീരത്തിൻ്റെ 2 ഭാഗങ്ങൾ. മനസ്സിലായോ? അപ്പോൾ ഹഠയോഗയും അഷ്ടാംഗ യോഗയും എന്താണെന്ന് നിങ്ങൾക്ക് ചെറിയ രീതിയിലൊരു ഗ്ലിംസ് കിട്ടിക്കാണുമെന്ന് എനിക്ക് മനസ്സിൽ തോന്നുന്നു. മറ്റൊരു വീഡിയോ കാണാം.